ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പലതരം സർവൈവൽ മൂവി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ കാട്ടുതീ ബേസ് ആയിട്ടുള്ള മൂവികൾ അധികമൊന്നും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുമില്ല. നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? എന്നാൽ പിന്നെ അതുപോലൊരു കഥ കേട്ടാലോ. അമേരിക്കയിലെ കാലിഫോർണിയ അതിന്റെ ഒരു ഭാഗത്തായിട്ട് 2018 നടന്ന വലിയൊരു വമ്പൻ തീപിടുത്തമുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും ഈ സിനിമ. ഒരു കാട്ടുതീ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഭീകരത അത് എത്രത്തോളം ആയിരിക്കുമെന്ന് ശരിക്കും ഈ ഒരു സിനിമയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിലേക്ക് ഇതങ്ങനെ കൊണ്ടുപോകും. അതുപോലെ ഈ സിനിമയുടെ ഒരു പ്രധാന തീം എന്താന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു കാട്ടുതീ, ഈ കാട്ടുതീയുടെ ഉള്ളിൽ പെട്ടുപോയ സ്കൂൾ ബസ്, അതിലൊരു 22 കുട്ടികളുണ്ട്, പിന്നെ ഒരു ടീച്ചറും. ഇവർ എങ്ങനെങ്കിലും കെവിൻ എന്ന ഒരു ബസ് ഡ്രൈവർക്ക് ഇതിനുള്ളിൽ നിന്നും പുറത്തേക്ക് എത്തിക്കണം. അയാൾക്ക് അതിന് കഴിയുമോ ഇല്ലയോ? കാലിഫോർണിയയിലെ പാരഡൈസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് പടർന്ന ആ ഒരു കാട്ടുതീയെ അവിടെയുള്ളവർക്ക് തടയാൻ കഴിയുമോ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സിനിമയിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പൊ പോകല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കാലിഫോർണിയ നഗരത്തിൽ നിന്നും കുറെ അകലെയായിട്ട് ഒരു വലിയ കാട്. ആ കാടിന്റെ ഓരങ്ങൾ ചേർന്നുകൊണ്ട് ഒരുപാടധികം വലിയ വലിയ ഇലക്ട്രിക്കൽ ടവറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ ടവറുകളിൽ നിന്നും ചെറുതായിട്ടൊരു തീപ്പൊരി ആ കാട്ടിലേക്ക് വീഴുകയാണ്. പതിയെ പതിയെ ആ സ്പാർക്ക് തീയായി മാറാൻ തുടങ്ങി. ഇന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഈ തീപ്പൊരി അത് വലിയൊരു ദുരന്തത്തിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്നും കുറച്ച് അകലെയായിട്ട് പാരഡൈസ് എന്ന ചെറിയൊരു ടൗൺ ആണ്. പേര് പോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ടൗൺ ആണ്. മരങ്ങളും മലയുടെ താഴ്വാരമൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് അവിടെ. ഇപ്പൊ ആ ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് കാണിക്കുകയാണ്. ആ ബസിന്റെ ഡ്രൈവർ കെവിൻ, ഇവനാണ് നമ്മുടെ കഥയുടെ നായകൻ. കെവിൻ ഓടിക്കുന്നത് ഒരു സ്കൂൾ ബസ്സാണ്. കുട്ടികളെ ഓരോ സ്ഥലത്തായിട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവന്റെ ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ സ്കൂൾ ബസ് എന്ന് പറയുന്നത് അതൊരു സ്കൂളിന്റെയോ കോളേജിന്റെയോ കീഴിലല്ല. അവിടെ ഇതുപോലെ കുറെ കമ്പനികളുണ്ട്. കുട്ടികളെ സ്കൂളിൽ നിന്നും പിക്ക് ചെയ്തിട്ട് അവരെ അവരുടെ വീട്ടിലേക്ക് ഇറക്കി കൊടുക്കുന്ന അതുപോലെയുള്ള ബസ് സർവീസ് കമ്പനികൾ. അങ്ങനെ ഒരു കമ്പനിയിലാണ് ഇപ്പൊ കെവിൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ അന്നത്തെ ആ ഒരു ട്രിപ്പ് എല്ലാം കഴിഞ്ഞു നേരെ അവന്റെ ആ ഒരു കമ്പനിയിലേക്ക് പോവാണ്. അവിടെ എത്തിയ സമയത്ത് അവന്റെ ബോസ് ലേഡി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ പേര് റൂബി എന്നാണ്. അപ്പൊ റൂബി മാഡത്തിനോട് കെവിൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. മാഡം, കുറച്ച് ദിവസമായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, അതായത് വീട്ടില് അമ്മയ്ക്ക് തീരെ സുഖമില്ല, അതുപോലെ തന്നെ അച്ഛൻ മരിച്ചു പോയിട്ടുകൊണ്ട് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഓവർ ടൈം ആയിട്ടുള്ള ഡ്യൂട്ടി എനിക്ക് തരാൻ പറ്റുമോ? എത്ര നേരം വേണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാന്ന് പറയണം. അപ്പൊ റൂബി പറയുന്നത്, ഏയ് അതൊന്നും തരാൻ പറ്റില്ല, കാരണം നിന്നെക്കാൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ ആദ്യം അവർക്ക് ഓവർ ടൈം കൊടുത്തതിന് ശേഷം നിനക്ക് തരാൻ പറ്റുള്ളൂ. ഇത് കേട്ടപ്പോൾ കെവിന് ദേഷ്യം വരികയാണ്. കാരണം ഓവർ ടൈം ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് കമ്പനിയിൽ ജോലി ചെയ്തു തന്നെ. ഇപ്പൊ ആ ഒരു സങ്കടത്തിലും ദേഷ്യത്തിലും അവനോടൊന്ന് തിരിച്ചു പോകണം. നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വീടിന്റെ മുന്നിൽ തന്നെ അവന്റെ ഇഷ്ടപ്പെട്ട അവന്റെ പ്രിയപ്പെട്ട നായ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ നായയുടെ കാലിന് കാര്യമായിട്ട് എന്തോ ഒരു പരിക്കുണ്ട്. അതിന് എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയുന്നില്ല. അപ്പൊ ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ കെവിൻ ഇപ്പോൾ അതിനെ പരിചരിക്കുകയാണ്. അതിനെടുത്തുകൊണ്ട് ഉള്ളിൽ ആ ഒരു സോഫയിൽ ഇരുത്തുകയാണ്. മാത്രമല്ല അതിന് ഭക്ഷണം വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ വീട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന അവന്റെ അമ്മ പറയണേ, എടാ നിന്റെ മോൻ അവൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. എന്താ കാര്യം എന്ന് കെവിൻ ചോദിച്ചപ്പോൾ അവന് സുഖമില്ലെന്ന് പറയുന്നുണ്ട്. ഇതേ നേരം കെവിൻ പറയണ, അമ്മ എന്തേ പറയുന്നത്? അവൻ ഓരോ നുണയും പറഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാത്തിനും അങ്ങ് കൂടെ നിന്നു കൊടുത്തു. കെവിന്റെ ആ ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി, എന്താടാ ഇന്ന് നല്ല ദേഷ്യത്തിലാണല്ലോ, എന്താ പറ്റിയത്? ഒന്നുമില്ല അമ്മ, ഓവർ ടൈമും കിട്ടിയില്ല, കാശിനാണെങ്കിൽ നല്ല അത്യാവശ്യമുണ്ട്, എന്താ ഇപ്പൊ ചെയ്യത്? ഇതേ നേരത്താണ് കെവിന്റെ മകൻ ജെയ്ക്സ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഒരു ഇച്ചിരി ചിപ്സ് എല്ലാം എടുത്ത് അവന്റെ റൂമിലേക്ക് തന്നെ പോകുന്നത്. കെവിൻ വിളിച്ചെങ്കിലും അവൻ നിന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ജെയ്ക്സിന്റെ റൂമിൽ പോയിട്ട് കെവിൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇന്ന് സ്കൂളിൽ പോകാതിരുന്നത്? ഞാൻ പറഞ്ഞല്ലേ എല്ലാ ദിവസവും സ്കൂളിൽ പോകണമെന്ന്. ഇപ്പൊ ജെയ്ക്സ് പറയണു, ഓ നിങ്ങൾ നിങ്ങളുടെ പ്രായത്തിൽ എല്ലാ ദിവസവും ഇതുപോലെ സ്കൂളിൽ പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇല്ലടാ, നിന്റെ പ്രായത്തിൽ നിന്നെക്കാൾ മോശമായിരുന്നു ഞാൻ, സ്കൂളിലും പോയില്ലായിരുന്നു. അതുകൊണ്ട് ഇതാ ഇപ്പൊ കണ്ടില്ലേ ഈ നിലയിലാണ്, ചെറിയ കാശിന് വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. ഈ ഒരു അവസ്ഥ നിനക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിന്നോട് പറയുന്നത്. എന്നാൽ അച്ഛൻ പറയുന്ന കാര്യത്തിൽ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല കേട്ടോ ജെയ്ക്സ്. അച്ഛനോട് എന്തോ ദേഷ്യമാണ് അവന്. കാരണം കെവിനും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. അപ്പൊ അമ്മ ഇവിടുന്ന് പോകാൻ കാരണം അച്ഛനാണ്. അച്ഛൻ കാരണമാണ് എന്റെ ലൈഫ് ഇങ്ങനെ ആയതെന്നൊക്കെയാണ് ജെയ്ക്സ് വിചാരിക്കുന്നത്. എന്തായാലും മോന്റെ ഈ ഒരു പെരുമാറ്റം കെവിന് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും കെവിൻ ഇപ്പോൾ അവന്റെ ആ ഒരു നായ ഉണ്ടല്ലോ അതിനടുത്ത് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോകണം. കാരണം ആ നായ്ക്ക് ഇനി നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നല്ല രീതിയിൽ അതിനെ കൊന്നു കളയുക എന്നുള്ളതാണ്. സോ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഡോക്ടറുടെ അടുത്തേക്ക് ഇപ്പൊ കെവിൻ പോയിരിക്കുന്നത്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനുകൾ കാണിക്കുന്നത് കാടിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ഇലക്ട്രിക്കൽ ടവറുകൾ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും ചെറിയ ചെറിയ സ്പാർക്കുകൾ താഴേക്ക് വീഴാൻ തുടങ്ങുന്നുണ്ട്. താഴെ ഉണങ്ങിയ പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പതിയെ പതിയെ അവിടെ തീ പിടിക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ആ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലുള്ള ആൾക്കാരൊന്നും ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. ഇപ്പൊ കെവിനെ കാണിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റു, ട്രിപ്പിന് പോകാൻ വേണ്ടി റെഡി ആവാണ് അവൻ. എന്നാൽ ഇതേ നേരം തന്നെ ആ തീ പിടിച്ച ഫോറസ്റ്റിന്റെ ഭാഗം ഉണ്ടല്ലോ അതിലൂടെ ഒരു ട്രക്ക് പോകുന്നുണ്ട്. ദൂരെ നിന്നും അയാൾ ഈ ചെറിയ തീ കാണുന്നുണ്ട്. അപ്പൊ തന്നെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് കാട്ടിൽ വെച്ച CCTV ക്യാമറയും ബാക്കിയുള്ള ഒരു എക്യുപ്മെന്റ്സ് എല്ലാം വെച്ച് കറക്റ്റ് എവിടെയാണ് തീ പിടിച്ചതെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഫയർഫോഴ്സിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു ടീം ഫയർ എഞ്ചിനുമായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും നമ്മുടെ കെവിനെ കാണിക്കുകയാണ്. ട്രിപ്പ് പോകാനായിട്ടുണ്ട്. അപ്പൊ പോകുന്നതിന് മുന്നേ ആയിട്ട് ജെയ്ക്സിന് മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം ഇന്നലെ അവനോട് കുറച്ച് ചൂടായിട്ട് സംസാരിച്ചല്ലോ. അപ്പൊ ആ ഒരു വിഷമം ഉള്ളിലുണ്ട്. അപ്പൊ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ജെയ്ക്സ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അച്ഛനെ വിളിക്കണം കേട്ടോ. എഴുന്നേറ്റ് പാടെ തന്നെ ഭക്ഷണം കഴിക്കണേ.
ഇതിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും ജെയ്ക്സ് ആ ഒരു മെസ്സേജ് നോക്കുന്ന പോലും ഇല്ല. അറിയാലോ, ഒരാൾ നമ്മളിങ്ങനെ അവഗണിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമായിരിക്കും. അത് പിന്നെ സ്വന്തം മകൻ കൂടി ആകുമ്പോൾ പാവം കെവിൻ എന്തായാലും സ്കൂൾ കുട്ടികളെ ഓരോ സ്ഥലത്തു നിന്നായിട്ട് പിക്ക് ചെയ്തിട്ട് അവരെ സ്കൂളിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ബസ് കൊണ്ട് കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു പോകണം. അപ്പൊ പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പെട്രോൾ അടിക്കാന്ന് വിചാരിക്കുകയാണ്. ഈ സമയത്താണ് കെവിന്റെ അമ്മ വിളിക്കുന്നത്. എടാ, ജെയ്ക്സ് പറഞ്ഞതുപോലെ അവന് നല്ല പനിയുണ്ട് കേട്ടോ, അവൻ നുണ പറഞ്ഞതൊന്നുമല്ല, രാവിലെ ഞാൻ പോയി നോക്കുമ്പോൾ ചുട്ടു പൊള്ളുകയാണ്, എന്തപ്പോ ചെയ്യാ, നീ ഒന്ന് വേഗം വരുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ കെവിൻ പറയണ, അമ്മേ ഞാൻ ഇപ്പൊ എത്താം, ഡ്യൂട്ടിയിലാണിപ്പോ. ഒരു കാര്യം ചെയ്യുക, അവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടല്ലോ, തൽക്കാലം അതിൽ ആ ഒരു മരുന്ന് എടുത്തു കൊടുക്ക്, ഞാൻ ഇപ്പൊ വരാന്ന് പറയണം. പിന്നീട് പെട്രോൾ അടിക്കാനായിട്ട് പോകാൻ നിൽക്കുമ്പോണ്ട് കെവിന്റെ ബോസ് റൂബി വിളിക്കാണ്. എന്താ ട്രിപ്പെല്ലാം കഴിഞ്ഞോ, എപ്പോഴാ റിട്ടേൺ, വേഗം ഇങ്ങോട്ടേക്ക് വരണം, കാരണം ബസ്സിന് കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. അപ്പോൾ മെക്കാനിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാണ്, വേഗം വരണം എന്ന് പറയണം. അപ്പൊ കെവിൻ പറയണ, മാഡം ഞാൻ പെട്രോൾ അടിച്ചിട്ട് ഇപ്പൊ വരാം. ഓക്കെ എന്തായാലും വേഗം വാന്ന് പറയാണ്. പിന്നീട് പെട്രോൾ അടിക്കാനായിട്ട് ഗ്യാസ് സ്റ്റേഷന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും പെട്രോൾ അടിച്ച് ഇവിടുന്ന് പോകുമ്പോഴേക്കും എന്തായാലും ലേറ്റ് ആവും. ഇതേ നേരം തന്നെ കാടിന് തീ പിടിച്ച ഭാഗമുണ്ടല്ലോ, അങ്ങോട്ടേക്ക് റെസ്ക്യൂ ടീം വന്നിരിക്കുകയാണ്. അവർ വന്ന് നോക്കുമ്പോൾ തീ പിടിച്ച ആ ഒരു സ്ഥലം എല്ലാം കാണുന്നുണ്ട്. മാത്രമല്ല എങ്ങനെയാ തീ പിടിച്ചതെന്നും അവർക്ക് മനസ്സിലായി. അവിടെ തന്നെ വലിയ ഇലക്ട്രിക്കൽ ടവറുകൾ ഉണ്ടായിരുന്നു, അവിടുന്ന് വന്ന സ്പാർക്കാണ് ഇതിന് കാരണമെന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കാടിന്റെ മേൽഭാഗമല്ലേ, അങ്ങോട്ടേക്ക് റോഡൊന്നുമില്ല. അപ്പൊ കഷ്ടിച്ച് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു കുറുക്ക് വഴി ഉണ്ടായിരുന്നു, അതിലൂടെ ഇവരുടെ ആ ഒരു ട്രക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ മേലോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആകെ കൺഫ്യൂഷനിലാണ് ഇപ്പൊ ഈ ഒരു റെസ്ക്യൂ ടീം. അപ്പൊ അവർക്കുള്ള കറക്റ്റ് നിർദ്ദേശങ്ങളെല്ലാം അവരുടെ ചീഫ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീഫിന്റെ പേര് മാർട്ടിൻ ആണ്. മാർട്ടിൻ ഇപ്പോൾ വേറെ കുറച്ച് ഫയർ ഓഫീസേഴ്സുമായിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ തീ പിടിച്ച ഏരിയ ഉണ്ടല്ലോ, ഇതിൽ നിന്നും കുറച്ച് അകലെയായിട്ട് ഒരു ചെറിയ പട്ടണമുണ്ട്, പാരഡൈസ്. അതായത് നമ്മുടെ കെവിനൊക്കെ താമസിക്കുന്ന ആ ഒരു സ്ഥലം. 27,000-ഓളം ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട് കേട്ടോ. സോ ഈ തീ അങ്ങോട്ടേക്ക് പടർന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ അതിനൊരു സാധ്യതയില്ല എന്നാണ് ഈ ഫയർമാനും അതുപോലെ തന്നെ മാർട്ടിനും ഇവരെല്ലാവരും പറയുന്നത്. കാരണം ഈ തീ പിടിച്ച സ്ഥലവും പാരഡൈസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലവും തമ്മിൽ ഏകദേശം 8 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഭാഗത്തെ തീ മാത്രം പെട്ടെന്ന് അണയ്ക്കാൻ നോക്കിയാൽ മതി എന്നാ പറയുന്നത്. ഇതേ നേരത്ത് തന്നെ കെവിനെ കാണിക്കുകയാണ്. അവനിപ്പോ വേഗം പെട്രോൾ എല്ലാം അടിച്ച് അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്, അമ്മേ ഞാൻ വരാൻ കുറച്ച് നേരം, അപ്പോഴേക്കും അവനൊന്ന് നോക്കിക്കോണേ, ഞാൻ ബസ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ മരുന്ന് മേടിച്ചോളാം എന്ന് പറയാണ്. പിന്നീട് റോട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ഫയർ എഞ്ചിന് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ കാര്യം എന്ന് കെവിന് മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഫയർ ഡിപ്പാർട്ട്മെന്റ് ചീഫ് ആയിട്ടുള്ള മാർട്ടിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സ്ഥലത്ത് നിന്നും, തീ പിടിച്ച സ്ഥലത്ത് നിന്നും ഒരു 4 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഇതുപോലെ തന്നെ തീ പിടിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ സഹായത്തിനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എന്തായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരാളെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർട്ടിൻ വിചാരിക്കുകയാണ്, ഇതെന്താ 2 സ്ഥലത്ത് ഒരുപോലെ തീ പിടിച്ചിരിക്കുന്നത്, അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ലല്ലോ. ഇതേ നേരം തന്നെ അവിടുത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ഒരാളെ അങ്ങോട്ടേക്ക് വിട്ടായിരുന്നല്ലോ. അയാൾ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ റോഡിന്റെ 2 ഭാഗവും ഭയങ്കരമായിട്ട് തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ചില വീടുകൾക്കൊക്കെ തീ പിടിച്ചു, ആളുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പൊ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാരുടെ ദേഹത്ത് വരെ തീ പിടിച്ചിട്ടുണ്ട്. സോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന ഈ ഫയർമാൻ ഉണ്ടല്ലോ, ഇവിടെ കണ്ട ആ കാര്യം അത് അതുപോലെ തന്നെ മാർട്ടിന്റെ അടുത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് മാർട്ടിൻ ഞെട്ടിക്കുന്ന ആ ഒരു കാര്യം മനസ്സിലാക്കിയത്. കാരണം ആദ്യം തീ പിടിച്ച സ്ഥലവും അതുപോലെ രണ്ടാമത് തീ പിടിച്ച ആ ഒരു സ്ഥലവും, ഇത് രണ്ടും രണ്ടല്ല. ഈ ആദ്യം തീ പിടിച്ച സ്ഥലത്ത് നിന്നും അങ്ങോട്ടേക്ക് തീ പടർന്നതാണ്. അതായത് വളരെയധികം വേഗത്തിലാണ് തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോ നല്ല ചൂടുകാറ്റുള്ളത് കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഉണങ്ങിയ പുല്ലുകൾ ഉണ്ടെങ്കിലും ഇതുപോലെ പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഈ ഒരു കാര്യം ഇവരൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പൊ ആ ഒരു ഷോക്കിലാണ് മാർട്ടിൻ ഇപ്പോ. കാരണം അതിവേഗത്തിലല്ലേ തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ നേരം തന്നെ മാർട്ടിൻ അയച്ച ആ ഒരു ഫയർമാന് ഇയാൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. തീ ആകെ പടർന്നിരിക്കുകയാണ്, ഫുള്ളായിട്ട് പുക. ആ പകൽ സമയത്ത് പോലും ആ ഒരു ഏരിയ മുഴുവനായിട്ടും ഡാർക്കായി കിടക്കുകയാണ്. ഇനി എന്തായാലും ഇവിടെ നിൽക്കാൻ കഴിയില്ല. പരമാവധി ഈ ഫയർമാൻ അയാളെ കൊണ്ട് പറ്റുന്ന ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇയാളുടെ ചീഫായിട്ടുള്ള മാർട്ടിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സാറേ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് സഹായം എത്തിക്കണം, ഇവിടെ ആൾക്കാർ ആകെ പെട്ട് ചില ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് സഹായം എത്തിക്കണം എന്ന് പറയണം. പിന്നീട് ആ ഒരു കോള് കട്ട് ചെയ്ത് ഈ ഫയർമാൻ അയാൾക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ജനങ്ങളെ സഹായിക്കുകയാണ്. ഇതേ നേരം കെവിനെ കാണിക്കുകയാണ്. അവൻ ആ ഒരു ബസ് എടുത്തുകൊണ്ട് നേരെ അവന്റെ ആ ഒരു ഓഫീസിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോസ് ആയിട്ടുള്ള റൂബി വീണ്ടും വിളിക്കുകയാണ്, കെവിനെ നീ എന്താ ഇത്ര ലേറ്റ് ആവുന്നത്, ആ മെക്കാനിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം, ഒന്ന് വേഗം വാന്ന് പറയണം. ഇപ്പൊ കെവിൻ പറയണം, മാഡം ചെറിയൊരു പ്രശ്നമുണ്ട്, എന്റെ മോന് തീരെ വയ്യ, നല്ല പനിയാണ്, അപ്പൊ ഞാൻ മരുന്നൊന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കൊടുത്തോട്ടെ. ഈ സമയത്ത് റോബി പറയണം, അതൊന്നും പറ്റില്ല, നീ ആദ്യം ആ ഒരു ബസ് ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുത്താ, എന്നിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ പൊയ്ക്കെന്ന് പറയണം. ഓക്കെ മാഡം ഞാൻ വേഗം വരാന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഒരു ഫാർമസിയിൽ കയറിയിട്ട് മകന് വേണ്ട ആ ഒരു മരുന്ന് വേഗം മേടിക്കുകയാണ്. പിന്നീട് ബസ്സിലേക്ക് വന്ന് കയറുകയാണ്. ഇതേ നേരത്താണ് അവന്റെ ഭാര്യ വിളിക്കുന്നത്, ലിൻഡയുമായിട്ട് അവനിപ്പോ സെപ്പറേറ്റഡ് ആണ് കേട്ടോ. എന്തായാലും ലിൻഡ വിളിച്ചിട്ട് പറയുന്നത്, എന്താ കെവിനെ എന്താ പ്രശ്നം, മോൻ വിളിച്ച് വല്ലാണ്ട് കരയുന്നുണ്ട്, അവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയാ പറയുന്നത്, എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ചോദിക്കുമ്പോൾ കെവിൻ പറയാണ്, അതൊന്നുമില്ല, ഞാനും അവനും തമ്മിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അവനെന്താ സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോകാൻ മടിയായിട്ടായിരിക്കുന്നു, എന്നാൽ ശരിക്കും അവന് പനിയായിരുന്നു. ഇത് കേട്ട സമയത്ത് ലിൻഡ പറയാണ്, നീ എന്താടാ ഈ പറയുന്നത്, എത്ര കെയർലെസ് ആയിട്ടാ നീ സംസാരിക്കുന്നത്, നീ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടല്ലേ എന്റെ മോനെ നീ കൊണ്ടുപോയത്, എന്നിട്ട് ഇങ്ങനെയാണോ നീ നോക്കുന്നത്, അങ്ങനെ എന്തൊക്കെയോ ലിൻഡ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് കെവിൻ പറയാണ്, നീ പറയുന്നൊന്നും കേൾക്കാതെയോ, എവിടെ ലിൻഡ ഒന്നും പറയാൻ കേൾക്കുന്നില്ല, റേഡിയോ പോലെ ഇങ്ങോട്ടേക്ക് മാത്രമേ പറയുന്നുള്ളൂ. ഇതേ നേരത്താണ് അവിടെ ഇങ്ങനെ തീ
തീ പിടിച്ച് അതിന്റെ ആ ഒരു പുകയല്ല ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് കെവിൻ കാണുന്നത്. അവൻ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഈ ഒരു കാര്യം അറിയുന്നത് തന്നെ. സോ ആ ഒരു കാര്യം വേഗം തന്നെ ഓഫീസിൽ, അതായത് റൂബി മാഡത്തിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാണ്. ഇത് കേട്ടപ്പോൾ റൂബി മാഡം പറയാണ്, ഓ നീ പറഞ്ഞിട്ടാണ് ഈ കാര്യമൊക്കെ അറിയാൻ, അത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞു, അത് ചെറിയൊരു കാട്ടുതീയാണ്, അതിപ്പോ ഫയർ ഡിപ്പാർട്ട്മെന്റ് കെടുത്തിയിട്ടുണ്ടാവും. നീ ആദ്യം ഞാൻ പറഞ്ഞ പണി ചെയ്യ്, ബസ്സുമായിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ജോലി തെറിക്കും കേട്ടോ, പിന്നെ വേറെ ഏതെങ്കിലും പണി നോക്കിക്കോ എന്ന് പറയണം. ഓക്കെ മാഡം, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് കെവിൻ വേഗം ഫോൺ കട്ട് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ ഈ നാട്ടുകാരോ അല്ലെങ്കിൽ റൂബിയോ ഇവർ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ലായിരുന്നു കാര്യങ്ങൾ, ഇച്ചിരി വഷളായിരുന്നു. കാരണം തീ പടർന്നുകൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിലാണ്. സോ അത് കെടുത്താനായിട്ട് ഫയർ ഡിപ്പാർട്ട്മെന്റ് ഹെലികോപ്റ്ററും ചെറിയ ചെറിയ വിമാനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പരമാവധി കാട്ടുതീ കെടുത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതേ നേരത്തെ തന്നെ മാർട്ടിൻ നേരത്തെ അയച്ച ഒരു ഫയർമാൻ, അയാൾ ആ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തിയ സമയത്ത് അവിടെ ആകെ തീ പടർന്ന് ജനങ്ങളൊക്കെ വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്ന് പരമാവധി ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഫയർമാൻ തിരിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇപ്പൊ മാർട്ടിൻ വിളിക്കുന്ന സമയത്ത് ഫയർമാൻ പറയുന്നത്, സാറേ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല, മുന്നിൽ മുഴുവൻ തീയാണ്, അതുപോലെ തന്നെ പുകയാണ്, എങ്ങോട്ടേക്ക് പോകണമെന്ന് പോലും അറിയുന്നില്ല. ഈ നേരത്ത് മാർട്ടിൻ പറയണ, നീ ഒരു കാര്യം ചെയ്യും, ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാലുണ്ട്, അതിനടിയിലൂടെ ചെറിയൊരു നദി ഒഴുകുന്നുണ്ട്, അപ്പൊ എല്ലാ ആൾക്കാരും കൂട്ടി നീ ആ ഒരു വെള്ളത്തിൽ പോയി നിൽക്ക്, അതായത് തീ അണയുന്നത് വരെ പരമാവധി നിങ്ങൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്കുക, അതായത് ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഫയർമാൻ നാട്ടുകാരോട് മുഴുവൻ അങ്ങനെ പറയാണ്, നമുക്ക് എന്തായാലും ആ ഒരു പാലത്തിന്റെ അടിയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടി നേരെ പാലത്തിനടിയിലെ ആ ഒരു നദിയിലേക്ക് പോയി നിൽക്കുകയാണ്. ഇപ്പൊ ഈ ഏരിയ മുഴുവനായിട്ടും തീ പടർന്ന് പിടിച്ചിരിക്കുകയാണല്ലോ. ആ സമയത്ത് അതിലൂടെ ചെറിയ കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിക്കുമ്പോൾ എന്താ, നല്ല തീക്കാറ്റ് അതിലൂടെ പോകും, അത് ദേഹത്ത് തട്ടിയാൽ ദേഹം പൊള്ളിപ്പോവും. എന്നാൽ ആദ്യം അങ്ങനെ ഒരു കാറ്റടിച്ചപ്പോൾ ഇവരെല്ലാവരും വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്, അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അതുപോലൊരു തീക്കാറ്റടിക്കുകയാണ്, അതിൽ ഇവരൊക്കെ പെട്ടുപോയി തോന്നുന്നു. കാരണം അതിനുശേഷം ഈ ഒരു ഫയർമാന്റെ ഭാഗത്തു നിന്നും മാർട്ടിന് യാതൊരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല. ആ ഫയർമാൻ അടക്കം എല്ലാവരും മരിച്ചു എന്ന് ഇവർ വിചാരിക്കുകയാണ്. ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ആ ഫയർമാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു മെസ്സേജ് വരുന്നത്, അതായത് രണ്ടാമത്തെ ആ ഒരു തീക്കാറ്റിൽ നിന്നും ഇവരൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ ഈ ഫയർമാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, സാറേ എത്ര നേരം ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഈ തീ അണക്കിയല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ല. അതുപോലെ തീ വളരെ വേഗത്തിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ പാരഡൈസ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലേക്കും കൂടെ തീ പടരും. അപ്പൊ സാറേ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആ ഒരു ഫയർമാൻ പറയുന്നുണ്ട്. ഇതേ സമയത്തിന് മാർട്ടിനും ആകെ ടെൻഷൻ ആവുകയാണ്. കാരണം പാരഡൈസ് എന്ന് പറഞ്ഞ ആ ഒരു ടൗൺ ഏരിയയിൽ 27,000 ആൾക്കാർക്ക് മുകളിൽ താമസമുണ്ട്. ഇതിനുശേഷം വീണ്ടും നമ്മുടെ കെവിനെ കാണിക്കുകയാണ് കേട്ടോ. അവനിപ്പോ ആ ഒരു ബസ്സിൽ പെട്രോൾ എല്ലാം അടിച്ച് നേരെ പോകുന്നത് ഓഫീസിലേക്കാണ്. എന്നാൽ രണ്ട് മൈൻഡിലാണ് കെവിന്. അതായത് മോന് നല്ല പനിയാണ്, ഇതിന്റെ ഇടയിൽ ഇന്നലെ അവനെ ചീത്തയും പറഞ്ഞു, എന്തോ ഉള്ളിന്നൊക്കെ വല്ലാണ്ട് ഉരുണ്ട് വരുന്നത് പോലെ. അപ്പൊ കെവിൻ വീണ്ടും ജേക്സിന് മെസ്സേജ് അയക്കാണ്, സോറിയടാ അച്ഛൻ ഇന്നലെ അറിയാതെ പറഞ്ഞു പോയതാ, ഞാൻ ഈ ഒരു ബസ് വേഗം ഓഫീസിൽ എത്തിച്ച് വേഗം അങ്ങോട്ടേക്ക് വരാം കേട്ടോ, ഞാൻ മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട്, അതുവരെ മുത്തശ്ശിയുടെ കൂടെ ഒന്ന് നിൽക്കണേ, പിന്നെ ഇവിടെ ആകെ തീ പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ. ഇതെല്ലാം പറഞ്ഞ് അവന് വോയിസ് നോട്ടുകൾ അയക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ജേക്സ് കേൾക്കുന്നുമില്ല, അതിന് മറുപടി അവൻ കൊടുക്കുന്നുമില്ല. എന്തായാലും ഇതെല്ലാം കാരണം കെവിന്റെ മുഖത്തെ ആ ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് കാണാൻ കഴിയാട്ടോ. ഇതേ നേരം തന്നെ ഫയർ ഡിപ്പാർട്ട്മെന്റ് ചീഫായിട്ടുള്ള മാർട്ടിനെ കാണിക്കുകയാണ്. മാർട്ടിൻ ഇപ്പോൾ ഒരു മാപ്പ് എടുത്ത് ഒരു പ്രത്യേക ഭാഗം മാർക്ക് ചെയ്തിട്ട് ഏകദേശം ആ ഒരു ഭാഗത്ത് 4,000 ആൾക്കാർ താമസിക്കുന്നുണ്ട്, അവർ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കണം എന്ന് പറയാണ്. ഇതിനുശേഷം കാട്ടുതീ എത്രത്തോളം പടർന്നു എന്ന് അറിയാനായിട്ട് ഒരു ഹെലികോപ്റ്ററിൽ കയറിയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്, അതായത് ആ ഒരു ഫോറസ്റ്റിന്റെ ഭാഗത്തേക്ക്. എന്നാൽ ഹെലികോപ്റ്ററിൽ വന്ന് ആ കാടിന്റെ ഓരോ ഏരിയകളും പരിശോധിക്കുമ്പോഴാണ് മാർട്ടിൻ ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ തീ കെടുത്താൻ ആവശ്യമായിട്ടുള്ള ടീം ഇപ്പോൾ ഇവരുടെ കയ്യിലില്ല. ഒരുപാട് ഹെലികോപ്റ്റേഴ്സ്, ഒരുപാട് മാൻ പവർ, ഇതെല്ലാം ആവശ്യമാണ്. എന്നാൽ അതെല്ലാം ഇവിടെ എത്തിക്കുമ്പോഴേക്കും ഏകദേശം 3 മണിക്കൂർ എടുക്കും. അതുപോലെ കെവിൻ നേരത്തെ ഒരു ഏരിയ കാണിച്ച് അവിടുത്തെ 4,000-ഓളം ആൾക്കാരെ ഒഴിപ്പിക്കാൻ പറഞ്ഞല്ലോ, ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പോലും ഇവിടെയുള്ളവർക്ക് പറ്റുന്നില്ല. കാരണം ഈ കാട്ടുതീയിൽ ഒരുപാട് കേബിളുകളും ബാക്കിയുള്ള ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇതെല്ലാം ആകെ തകരാറിലായിട്ടുണ്ട്. ഇതേ നേരം തന്നെ പാരഡൈസ് ആ ഒരു ഏരിയയിലേക്കും തീ ഏകദേശം എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് തീയും പുകയും കണ്ട് സ്കൂളിലെ പിള്ളേരൊക്കെ ആകെ ഞെട്ടിയിരിക്കുകയാണ്. അവർ നന്നായിട്ട് പാനിക് ആയത് കണ്ടപ്പോൾ അവരുടെ ടീച്ചർ ഉണ്ടല്ലോ, മേരി എന്നാ പേര്, മേരി വേഗം വന്നിട്ട് പിള്ളേരൊക്കെ ആശ്വസിപ്പിക്കുകയാണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട കേട്ടോ, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു പോകും. എന്നാൽ സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് പ്രിൻസിപ്പലിനും അതുപോലെ തന്നെ ടീച്ചറായിട്ടുള്ള മേരിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പ്രിൻസിപ്പൽ വന്നിട്ട് പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള ആൾക്കാരോട് അവരുടെ കുട്ടികളെയും കൂട്ടി ഇവിടുന്ന് പോകാൻ പറ, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആൾക്കാരോട് ഇങ്ങോട്ടേക്ക് വന്നിട്ടും അവരുടെ മക്കളെ പിക്ക് ചെയ്യാൻ പറ. എന്തായാലും ആ പറഞ്ഞതുപോലെ തന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് മക്കളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതിനുശേഷം നോക്കുമ്പോൾ ഒരു 10-22 കുട്ടികൾ ബാക്കിയാണ്. കാരണം അവരുടെ അച്ഛനമ്മ ഇവിടെ ഇല്ല, അവർ പുറത്തു പോയിരിക്കുകയാണ്. അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനും പറ്റില്ല, ഈ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു വണ്ടിയില്ല. എന്ത് ചെയ്യുന്ന അറിയാതെ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഇപ്പൊ മേരിയും അതുപോലെ തന്നെ പ്രിൻസിപ്പളും. അടുത്ത സീനിൽ വീണ്ടും കെവിനെ കാണിക്കുകയാണ് കേട്ടോ. ആ ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് വളരെ മോശം. അതായത് ഓഫീസിൽ നിന്നും റൂബി വിളിച്ചുകൊണ്ട് വേഗം വാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഭയങ്കര പ്രഷർ. അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള ലിൻഡയും വിളിക്കുന്നുണ്ട്, നീ എന്താ മോനെ നോക്കാതെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ടോർച്ചറിങ്. എന്തായാലും കെവിൻ ഇപ്പൊ നേരെ ബസ് ഓഫീസിലേക്ക് കൊണ്ടുപോവാണ്. ആ നേരത്ത് മകനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്, മോനെ അമ്മമ്മ മരുന്ന് തന്നിട്ടുണ്ടടാ, നീ അത് കഴിച്ച് കുറവുണ്ടെങ്കിൽ അച്ഛനോടൊന്നും പറയണേ, ഒരു വോയിസ് എങ്കിലും അയക്കണടാ. അതായത് മോന്റെ കാര്യം എന്തായി എന്ന് അറിയാണ്ട് ഭയങ്കരമായിട്ട് കെവിന് ടെൻഷൻ തോന്നുകയാണ്. പെട്ടെന്ന് കെവിനൊരു ചിന്ത വരികയാണ്, ഇതെന്ത് തേങ്ങയാണിത്, മോൻ അവിടെ വയ്യാണ്ട് കിടക്കുന്നത്, ഇവിടെ ഇപ്പൊ ജോലി ഏറ്റവും വലുതേതാ, എന്റെ മോൻ
മോനല്ലേ, ജോലി പോയാ പോട്ടെ, ജോലി വേറെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ആ റോഡിൽ നിന്നും കെവിൻ ആ ഒരു ബസ് ഒരൊറ്റ തിരിക്കലാണ്. ഇതേ നേരം തന്നെ പാരഡൈസിലെ ആ ഒരു സ്കൂള് കാണിക്കുകയാണ്. അതായത് ഒരുപാട് അച്ഛനമ്മമാർ വന്നിട്ട് അവരുടെ കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. എന്നാൽ ബാക്കി ഒരു 22 കുട്ടികളോളം ഉണ്ട് കേട്ടോ. അവരെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വാഹനങ്ങളും ഇല്ല, ഒരു സംവിധാനം ഇല്ല ഇവിടെ. ആ സമയത്താണ് മേരി പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ നേരെ ആ ഒരു ഏജൻസിയിലേക്ക് വിളിക്കുന്നത്. അതായത് ബസ് സർവീസ് എല്ലാം നടന്ന ഏജൻസി ഉണ്ടല്ലോ. ഇപ്പൊ റൂബി ആ ഒരു കോൾ എടുത്തിട്ട് പറയണത്, മാഡം ഞങ്ങളൊരു ബസ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് അയക്കാം, നിങ്ങൾ എന്തായാലും ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു പറയാണ്. ഇതിനുശേഷം റൂബി ആ ഒരു കോള് കട്ട് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ ബസ് ഓടിക്കുന്ന എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതുപോലെ സ്കൂളിൽ 21ഓളം കുട്ടികൾ പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിൽ ആരെങ്കിലും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയാണ്. അപ്പൊ ഈ ഒരു മെസ്സേജ് നമ്മുടെ കെവിൻ കേൾക്കുന്നുണ്ട്. കെവിൻ ഇപ്പൊ ഏകദേശം ആ ഒരു സ്കൂളിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അതുപോലെ തന്നെ അവനിപ്പോ വേറെ പണിയൊന്നുമില്ലല്ലോ. എന്നാൽ മകന്റെ അടുത്തേക്ക് വേഗം പോകുകയും വേണം. ഇപ്പൊ കെവിൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മകന്റെ ഫോട്ടോ, ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. കുറച്ചേരം അതിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, മോനെ അച്ഛൻ ഇപ്പൊ വരാം, ആദ്യം ആ ഒരു കുട്ടികളൊന്ന് രക്ഷപ്പെടുത്തട്ടെ. അതായത് നല്ലൊരു മനുഷ്യനാണ് ഈ ഒരു കെവിന്. കെവിൻ ഇപ്പൊ പെട്ടെന്ന് തന്നെ റൂബിയോട് റെസ്പോൺസ് ആകുന്നുണ്ട്, ഞാൻ ഫ്രീ ആണ്, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാന്ന് പറയണം. ഇത് കേട്ടപാട് റൂബി പറയണം, ഓക്കെ നീ ഇങ്ങോട്ടേക്ക് വരിക വേണ്ട, നീ നേരെ സ്കൂളിലേക്ക് പോയിക്കോ, ഇത്രയും നേരം ചൊറിഞ്ഞതിന് സോറി ഏട്ടാ. ആ ശരി എന്ന് പറഞ്ഞിട്ട് കെവിൻ ഇപ്പൊ നേരെ സ്കൂളിലേക്ക് പോവാണ്. സ്കൂൾ പോയപാട് തന്നെ കുട്ടികളെ എല്ലാം നേരെ ബസ്സിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ എല്ലാ കുട്ടികളെയും ബസ്സിൽ കയറ്റിയതിനു ശേഷം മേരി ഉണ്ടല്ലോ, അതായത് സ്കൂൾ ടീച്ചർ, അവരെന്താ സ്കൂളിലേക്ക് തിരിച്ചു പോകണം. ഇപ്പൊ കെവിൻ എന്താ കാര്യം ചോദിക്കുമ്പോൾ അതല്ല സ്കൂളിന്റെ ഡോറെല്ലാം ക്ലോസ് ചെയ്തോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കെവിൻ പറയുന്നത്, എന്റെ പൊന്നു ടീച്ചറെ, നിങ്ങൾക്ക് എന്താ ഈ സമയത്ത് ബുദ്ധിയില്ലേ, നിങ്ങളൊന്ന് വേഗം വന്ന് ബസ്സിൽ കയറ്, എനിക്ക് ഈ വണ്ടി ഓടിക്കലും കുട്ടികളെ നോക്കലും കൂടെ രണ്ടും നടക്കില്ല, ഒന്ന് വേഗം വാന്ന് പറഞ്ഞിട്ട് ടീച്ചറെയും ബസ്സിൽ കയറ്റിയിട്ട് നേരെ കെവിൻ ബസ് അവിടുന്ന് കൊണ്ടുപോകാണ് കേട്ടോ. എന്നാൽ റോഡിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്കുകൾ, ഒരുപാട് വാഹനങ്ങൾ, കാറുകൾ അവിടെ ബ്ലോക്ക് ആയി കിടക്കുക. ഇതേ നേരം തന്നെ ഇവരുടെ ബോസ് റൂബി എല്ലാവരെയും വിളിക്കുന്നുണ്ട്, അതായത് ബസ് സർവീസ് നടത്തുന്ന എല്ലാ ഡ്രൈവർമാരെയും. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ആ ഒരു ഏരിയ വിട്ട് പുറത്തേക്ക് കടന്നിട്ടുണ്ട്. എന്നാൽ കെവിനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ റൂബിക്ക് പറ്റുന്നില്ല. മേ ബി എന്തെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ടാവും. സ്കൂളിൽ നിന്നും കുട്ടികളെ കെവിൻ എടുത്തു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അപ്പൊ റിപ്പോർട്ട് ചെയ്തായിരുന്നു. എന്നാൽ അതിനുശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഇതിനുശേഷം കെവിനെ കാണിക്കുകയാണ്. ബസ്സുമായിട്ട് ആ ഒരു ട്രാഫിക്കിൽ അങ്ങനെ നിൽക്കുകയാണ്. കുറച്ചു നേരമല്ല, കുറച്ചധികം നേരം തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ കെവിന് മനസ്സിലായി, എന്തായാലും ഈ കാറ് പോയിട്ട് ഈ റോഡിലൂടെ പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ ചുറ്റും നോക്കുമ്പോൾ ആ ഒരു ഏരിയയിലേക്കും തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇവിടെ നിന്നാൽ എല്ലാവരും ആ ഒരു തീയിൽ പെട്ടുപോകും. കെവിൻ പെട്ടെന്ന് തന്നെ ബസ് തിരിക്കുന്നുണ്ട്. ഇപ്പൊ കാര്യം എന്താണെന്ന് മേരി ചോദിക്കുമ്പോൾ, അല്ല ഇത് ഇവിടെ നിന്നാൽ ശരിയാവില്ല. എന്നാൽ മേരി പറയണ, നമുക്ക് പോകേണ്ടത് അങ്ങോട്ടേക്കാ, ഇവിടുന്ന് തിരിച്ചു പോയിട്ട് വീണ്ടും ആ ഒരു കാട്ടുതീയിൽ തന്നെ പെടാനാണോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ കെവിൻ പറയാണ്, നമ്മളിനി ഇവിടെ നിന്നാൽ ഉറപ്പായിട്ടും നമ്മളെ വണ്ടി മുഴുവനായിട്ട് കത്തി ഇല്ലാതാവും. നിങ്ങളൊന്ന് ചുറ്റും നോക്കിയേ, കാടിന്റെ ചുറ്റുഭാഗത്തുനിന്നും തീ ഇങ്ങോട്ടേക്കാ വന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തിരിച്ചു പോകാതെ വേറൊരു വഴിയില്ല എന്ന് പറയണം. അങ്ങനെ കെവിൻ വണ്ടി തിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കെവിൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മേരിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ മേരി ചോദിക്കുകയാണ്, എന്താ പറ്റിയെന്ന്. അപ്പൊ കെവിൻ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. മോൻ ഇതുപോലെ സുഖമില്ലാത്ത കിടക്കുകയാണ്, അപ്പൊ എത്രയും പെട്ടെന്ന് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ട് വേണം എനിക്ക് എന്റെ മോന്റെ അടുത്തേക്ക് പോകാൻ. അപ്പൊ മേരി മറ്റൊരു കാര്യം ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ അമ്മയും മോനൊക്കെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ. ഇപ്പൊ കെവിൻ പറയാണ്, ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് അക്കാര്യത്തിൽ പോലും കെവിൻ ഉറപ്പില്ല. എന്നിട്ടാണ് ഈ കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് കെവിൻ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇതേ നേരം തന്നെ ഇവരുടെ ബസ് സർവീസിന്റെ ആ ഒരു ഓഫീസ് കാണിക്കുകയാണ് കേട്ടോ. സോ ഓഫീസിന്റെ ചുറ്റുഭാഗം ഇതുപോലെ തീ പടർന്നിരിക്കുകയാണ്. റൂബി മാഡം ആണെങ്കിൽ ഇപ്പോഴും അവിടെ തന്നെയാണ്. അപ്പൊ റൂബി ഇപ്പോൾ പെട്ടെന്ന് ഓഫീസ് വിട്ട് ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല കെവിനായിട്ട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് കെവിനെ, ഈ മെസ്സേജ് നീ കേൾക്കോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, എന്തായാലും കുട്ടികൾ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ ഒന്നും ഇറക്കണ്ട, ചിക്കോ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് മാത്രം കൊണ്ടുപോയാൽ മതി എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം അത് മാത്രമാണ്. ഇതിനുശേഷം അവരവിടുന്ന് ചിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഫയർ ഓഫീസർ ആയിട്ടുള്ള മാർട്ടിനെയാണ്. ഇപ്പൊ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കൈവിട്ട് പോയിട്ടുണ്ട്. അതായത് തീ ഭയങ്കരമായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ പരിക്ക് പറ്റിയ ആൾക്കാർ, ചില ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് അധികമായിട്ട് കൊണ്ടുവരികയാണ്. ഇതെല്ലാത്തിനെയും മാനേജ് ചെയ്യാനൊന്നും ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അതിനുള്ള മാൻ പവർ ഇയാളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഇതേ സമയത്ത് തന്നെ കെവിനെ കാണിക്കുകയാണ്. അതായത് അവർ പോവേണ്ട ആ ഒരു റൂട്ടിൽ നിന്ന് തിരിച്ചു മറ്റൊരു റൂട്ടിലേക്ക് വന്നില്ലേ, ഇങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെയും ട്രാഫിക് തന്നെ. അപ്പൊ അവിടെ കണ്ട ഒരു കാറുകാരനോട് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോ എത്ര നേരം ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. അപ്പൊ അയാൾ പറയണം, 1 മണിക്കൂറായി, എനിക്ക് തോന്നുന്നില്ല ഇത് ഇവിടുന്ന് കഴിഞ്ഞ് നമ്മളൊക്കെ പോകുമെന്ന്. കുറച്ചേരം കൂടെ നമ്മുടെ കെവിൻ അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കെവിൻ ബസ് ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നിട്ട് മേരിയോട് പറയണം, ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എങ്ങനെയെങ്കിലും പോയിട്ട് ഈ ട്രാഫിക് ഒന്ന് ക്ലിയർ ചെയ്യാം, നീ പതിയെ അതാ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഈ ബസ് ഇങ്ങനെ ഓടിച്ച് പതിയെ മുന്നോട്ടേക്ക് കൊണ്ടുവരണേ, ഞാൻ എങ്ങനെയെങ്കിലും പോയിട്ട് ഈ ട്രാഫിക് ഒന്ന് ക്ലിയർ ചെയ്യാന്ന് പറയണം. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി മുന്നോട്ടേക്ക് പോയ കെവിൻ ഇപ്പൊ അവിടെ ഒരു പോലീസുകാരനെ കാണുന്നുണ്ട്. ഇയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ ആ ഒരു പോലീസുകാരനോട് കെവിൻ പറയുന്നുണ്ട്, സാറേ ബസ്സിൽ ഒരു 22 കുട്ടികളുണ്ട്, എങ്ങനെയെങ്കിലും എനിക്ക് അവരെ രക്ഷപ്പെടുത്തണം. അപ്പൊ ആ ഒരു പോലീസുകാരൻ പറയാണ്, എടോ ആ കുട്ടികളെ പോലെ തന്നെ ഇതാ ഈ കാണുന്ന ആൾക്കാരൊക്കെ പെട്ടുകിടുകയാണ്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയണം. ഇപ്പൊ കെവിൻ വേഗം എന്താക്കി, അവൻ തന്നെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഓരോ വണ്ടികളും, അതായത് മെയിൻ ആയിട്ട് പ്രശ്നമുള്ള ആ ഒരു ഏരിയയിലേക്ക് ചെന്നിട്ട് ആ വണ്ടിയോട് ഇതാ ഇങ്ങോട്ട് പോ, ഈ വണ്ടിയോട് ഇതാ അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ടു ഒരുവിധം ആ ഒരു ട്രാഫിക് ബ്ലോക്ക് നമ്മുടെ കെവിൻ ക്ലിയർ ചെയ്യണം. അതാ പറയുന്നത്, ഏതെങ്കിലും ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് കാര്യമില്ല, ആ ജോലി എങ്ങനെ ചെയ്യണം എന്നൊരു മനുഷ്യൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. എന്തായാലും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ കെവിൻ ആ ഒരു ട്രാഫിക് ബ്ലോക്ക് തീർത്തു. അപ്പോഴേക്കും ആ ഒരു ബസ് പതിയെ ഓടിച്ചുകൊണ്ട് മേരി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കെവിൻ പറയാണ്, കുഴപ്പമില്ലല്ലോ, ബസ് നന്നായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ. അപ്പൊ മേരി പറയാണ്, ബസ്സൊക്കെ ഓടിക്കുന്ന അവിടെ നിൽക്കട്ടെ, ഈ ട്രാഫിക് ബ്ലോക്ക് നിങ്ങൾ ക്ലിയർ ചെയ്തത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ, നിങ്ങൾക്ക് ആ കാര്യമൊക്കെ നന്നായിട്ട് അറിയാലോ. ഓക്കെ മാഡം,
എന്തായാലും വഴി ക്ലിയർ ആയല്ലോ, നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു റൂട്ടിലൂടെ പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ബസ്സിലിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അതിൽ ഒരുപാട് പേരുടെ വീടുകൾ ഈ പോകുന്ന വഴിയിൽ തന്നെയായിരുന്നു. അപ്പൊ പിള്ളേര് വിളിച്ച് കൂവാൻ തുടങ്ങി, ഇതാ എന്റെ വീട്, ഇവിടെ ഇറങ്ങണം, അച്ഛനും അമ്മയും അവിടെ ഉണ്ടാവും എന്നൊക്കെ പറയാണ്. പിള്ളേരിങ്ങനെ വാശി പിടിച്ച് കരയാൻ തുടങ്ങിയപ്പോ കെവിൻ ഇപ്പൊ ബസ് നിർത്തുകയാണ്. ആരെങ്കിലും ഇപ്പൊ ജീവനോടെ ആ ഒരു വീടുകളിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കെവിനും മേരിയും പോയി നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന്റെ അടുത്തേക്കൊന്നും അടുക്കാൻ വരെ കഴിയുന്നില്ല, കാരണം അങ്ങനെ തീ ആളി പടർന്നിരിക്കുകയാണ്. ശരിക്കും ഈ കാര്യമെല്ലാം നേരിട്ട് കാണുന്ന സമയത്ത് ഇറ്റ്സ് ഹൊറിബിൾ ആണ്. ഭീകരത എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം ഭീകരത. പട്ടാ പകലാണ്, എന്നിട്ടും രാത്രി ആയതുപോലെയാണ്. കാരണം ഈ തീ പിടിച്ച് അതിൽ നിന്ന് വരുന്ന ആ ഒരു കറുത്ത പുകയെല്ലാം സൂര്യപ്രകാശത്തിനെ മറച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും ഇവർക്ക് രണ്ടുപേർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ബസ്സിലേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് ആ ഒരു പിള്ളേരോട് പറയണം, നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങളുടെ അച്ഛനമ്മമാരെല്ലാം സുരക്ഷിതരാണ്, ആർക്കും ഒന്നും പറ്റില്ല, എന്തായാലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാന്ന് പറഞ്ഞിട്ട് പിള്ളേരൊന്ന് ഓക്കെ ആക്കി ബസ് എടുത്തുകൊണ്ട് വീണ്ടും കെവിൻ മുന്നോട്ടേക്ക് പോവാണ്. ഇതിനുശേഷം ഫയർ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടുള്ള മാർട്ടിനെ കാണിക്കുകയാണ്. മാർട്ടിനിപ്പോ നമ്മുടെ നാട്ടിലെ KSCB എന്നൊക്കെ പറയില്ലേ, അതായത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവരുടെ നാട്ടിലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. തീ ഇങ്ങനെ പല രീതിയിലും പല ഭാഗത്തൂടെ പടരുന്നത് കൊണ്ട് തന്നെ ഈ ടവറുകളിലേക്കുള്ള ഇലക്ട്രിക്കൽ സപ്ലൈ അത് ഓഫ് ആക്കാൻ വേണ്ടി അയാളോട് പറഞ്ഞായിരുന്നു. എന്നാൽ അയാൾ ഇത്രയും നേരമായിട്ട് അത് ഓഫ് ആക്കിയിട്ടില്ല. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് ഈ മാർട്ടിൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, സാറേ എല്ലാം ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതായത് പല ടവറിലേക്കുള്ള ഇലക്ട്രിക്കൽ സപ്ലൈ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്ന് അവിടുന്ന് തന്നെ ഓഫ് ആക്കണം. അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന ആ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഓഫ് ആക്കണം എന്ന് പറയണം. ഇത് നടക്കുന്ന കാര്യമാണോ? അല്ല. ഇതിനുശേഷം വീണ്ടും കെവിനെ കാണിക്കുകയാണ്. ഇപ്പൊ ആ ഒരു ബസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടി, അവൻ വന്നിട്ട് കെവിനോട്, അങ്കിൾ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുവോ, നമ്മളെല്ലാവരും ഇവിടെ കിടന്ന് മരിക്കുമല്ലേ. വളരെ സങ്കടത്തിൽ നിഷ്കളങ്കമായിട്ടാണ് കുട്ടി ആ ഒരു കാര്യം ചോദിക്കുന്നത്. ഇപ്പൊ കെവിൻ പറയാണ്, മോനെ നിന്നെ പോലെ തന്നെ ഒരു കുഞ്ഞ് എന്റെ വീട്ടിലുണ്ട്, അങ്കിളിന്റെ മോനാണ് ജെയ്ക്സ്, അവന് തീരെ വയ്യ, പനിയാണ്, അതുപോലെ അങ്കിളിന് സുഖമില്ലാത്തൊരു അമ്മയുണ്ട്. അപ്പൊ നിങ്ങളെ രക്ഷപ്പെടുത്തിയതിനു ശേഷം എനിക്ക് അവരുടെ അടുത്തേക്ക് എത്തണം, എന്തായാലും ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും, എനിക്ക് എന്റെ മകനെയും എന്റെ അമ്മയും കാണുകയും വേണം, അതുകൊണ്ട് മോൻ പേടിക്കേണ്ട കേട്ടോ, അങ്കിൾ അവിടെ സുരക്ഷിതമായിട്ട് എത്തിക്കാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ പിന്നിൽ കൊണ്ടുപോയിട്ട് ഇരുത്തുകയാണ്. എന്തായാലും വീണ്ടും വണ്ടി മുന്നോട്ടേക്ക് പോവാണ്. എന്നാൽ ആ പോകുന്ന സമയത്ത് റോഡരികിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക്കൽ പോസ്റ്റ് ഇതെല്ലാം പൊട്ടി അതിന്റെ ആ ഒരു കമ്പികൾ വന്നിട്ട് ബസ്സിൽ അടിക്കാൻ തുടങ്ങുകയാണ്. ഒരു പരിധി വരെ ഇതിന്നൊക്കെ വെട്ടിച്ച് കെവിൻ ബസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. ശരിക്കും ഇതിലൂടെ പോയി കഴിഞ്ഞാൽ വലിയ അപകടം വേറെ വരും. അതുകൊണ്ട് തന്നെ മറ്റൊരു റൂട്ടിലേക്ക് കെവിൻ വണ്ടിയെ തിരിച്ചു വിടുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് കയറി നോക്കുമ്പോൾ എന്താ അവസ്ഥ, വണ്ടികൾ മുഴുവനായിട്ടും റോഡിൽ അങ്ങനെ പരന്ന് നിൽക്കുകയാണ്. ഫയർമാൻ ഒരുപാട് പേരുണ്ട്. അവർ ആ ഒരു ഫയർ എഞ്ചിനും വെച്ച് അവിടെയുള്ള വീടുകൾ, ഷോപ്പുകൾ, ഇതിലെ കാളി പടർന്നു നിൽക്കുന്ന ആ ഒരു തീയെ കെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് വളരെ ലോങ് ഷോട്ടിൽ ആ വിഷ്വലൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നടന്നതല്ലേ എന്ന് ആലോചിക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭീകരത അത് എത്രത്തോളാണെന്ന് മനസ്സിലാവുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ശരിക്കും ഒരു നരകം കണ്ടതുപോലെ ആയിരിക്കുമല്ലേ അതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഇത്രയും മോശമായ സിറ്റുവേഷൻ, ജനങ്ങളൊക്കെ മരിക്കുകയോ ജീവിക്കുകയോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ നിൽക്കുന്ന സമയത്താണ് ചില ആൾക്കാരുടെ കുത്തിക്കഴപ്പ് അവിടെ കാണുന്നത്. ചില ക്രിമിനൽസ് ഗണ്ണ് എടുത്തുകൊണ്ട് ഓരോ വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ടും ഓരോരുത്തരെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിലുള്ളതെല്ലാം മേടിക്കുകയാണ്. എന്തായാലും ചില മനുഷ്യർ അങ്ങനെയാ. എന്തായാലും ആ ക്രിമിനൽസ് ഇപ്പോൾ ബസ്സിന്റെ അരികിലേക്ക് വന്നിട്ടുണ്ട്. ഇവർക്ക് നേരെ ഗണ്ണ് ചൂണ്ടിയിട്ട് കയ്യിലുള്ളത് മുഴുവൻ എടുക്കാൻ പറയാണ്. ഇതിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ കെവിന് യാതൊരു പിടുത്തവുമില്ല. ഇപ്പൊ മേരി പറയണ, കെവിനെ നീ ഒന്നും നോക്കേണ്ട, ദാ അവിടെ ഒരു വഴി കാണുന്നുണ്ട്, അങ്ങോട്ടേക്ക് വണ്ടി എടുത്തോന്ന് പറയണം. അതായത് തൊട്ടു മുന്നിലായിട്ട് ഒരുപാട് ട്രാഫിക്, ഒരുപാട് വണ്ടികൾ, അതുപോലെ തന്നെ ഈ ക്രിമിനൽസും. സോ മുന്നോട്ടേക്ക് പോലും നടക്കില്ല. ടീച്ചർ പറഞ്ഞ വഴിയെ പോവാന്ന് ഇപ്പോൾ കെവിൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു വഴിയിൽ ബസ് തിരിച്ചു വിടുന്നുണ്ട്. ഇതിനുശേഷം കെവിന്റെ ബോസ് ഉണ്ടല്ലോ റൂബിയെ കാണിക്കുകയാണ്. റൂബി ഇപ്പൊ അവരുടെ ആ ഒരു കാർ എടുത്തുകൊണ്ട് ചിക്കോ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ എത്തിയപാട് തന്നെ റൂബി ചോദിക്കുന്നത്, കെവിൻ എത്തിയോ, ആ ഒരു പിള്ളേര് സേഫ് ആയിട്ട് എത്തിയോ എന്നാണ്. എന്നാൽ ഇതുവരെയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും കിട്ടിയിട്ടില്ല എന്നാണ് ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത്. ഇത് കേട്ടപ്പോൾ റൂബി ആകെ ടെൻഷനിലാവുകയാണ്. കുട്ടികളുടെ പാരന്റ്സ് ഇപ്പൊ വരും, അവർ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയുന്ന ആലോചിച്ചിട്ട് ആ ഒരു ടെൻഷനിലാണ് റൂബി ഇപ്പോൾ. ഇതിനുശേഷം കെവിനെയും ആ ഒരു ബസ്സിനെയും കുട്ടികളെയും കാണിക്കുകയാണ് കേട്ടോ. അതായത് കെവിൻ ഇപ്പൊ ആ ഒരു റൂട്ട് തിരിഞ്ഞു വന്നായിരുന്നല്ലോ, ഇപ്പൊ ഇവർ വലിയൊരു പാർക്കിന്റെ മുന്നിൽ എത്തി നിൽക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിലും ഫുള്ളായിട്ട് തീയാണ്. ഭയങ്കരമായിട്ടുള്ള ഈ പുക വന്നിട്ട് കുട്ടികൾക്കൊക്കെ ശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് വരാതിരിക്കാനായിട്ട് ഒരു പേപ്പർ കയ്യിലെടുത്തതാ ഇങ്ങനെ കാക്കി എന്ന് പറഞ്ഞിട്ട് ചില ട്രിക്കുകൾ മേരി പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ ഈ പാർക്കും താണ്ടി ഇനി എങ്ങോട്ടേക്ക് പോകുന്നത് ഈ മേരിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കെവിൻ പറയുന്നത്, മേഡം ഞാൻ ഇവിടെ ചെറിയ പ്രായത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഈ പാർക്കിന്റെ മറുഭാഗത്ത് നമുക്ക് പോവേണ്ട ആ ഒരു റോഡ് തന്നെയാണ്, നമുക്ക് ഇതിനുള്ളിലൂടെ വണ്ടി ഇടിച്ചങ്ങോട്ട് കയറ്റിയാലോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ മേരി പറയാണ്, നിനക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ നീ എടുത്തോന്ന് പറയണം. അങ്ങനെ ഇവര് നേരെ പാർക്കിലേക്ക് വണ്ടി കയറ്റുന്നുണ്ട്. ഈ സമയത്ത് ആ കൂട്ടത്തിൽ നിന്ന് കുട്ടിക്ക് ശ്വാസം മുട്ടൽ തുടങ്ങി, ശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളം ആ ഒരു കുട്ടിക്ക് കൊടുക്കണം. അപ്പൊ ബസ്സിന് വേഗം തന്നെ കെവിൻ ഇറങ്ങാൻ നിൽക്കുകയാണ്, അതായത് വെള്ളം എടുക്കാൻ പോകാനായിട്ട്. അപ്പൊ മേരി പറയണം, നിങ്ങൾ പോണ്ട, ഇനിയിപ്പോ പോയിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ കാര്യം കഷ്ടത്തിലാവും, ഞാൻ പോയിട്ട് വെള്ളം കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജീവൻ പണയം വെച്ച് തന്നെ ആ ഒരു ടീച്ചർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവിടെ മുഴുവൻ പരിശോധിക്കുന്ന സമയത്ത് ഒരു വണ്ടിയുടെ ഉള്ളിൽ നിന്നും കുറച്ചധികം വാട്ടർ ബോട്ടിൽസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതെടുത്ത് മേരി തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ചില ഗ്യാസ് സിലിണ്ടേഴ്സ് ചൂടായി ഒരൊറ്റ പൊട്ടലാണ്, വലിയൊരു ബ്ലാസ്റ്റ് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ട് കെവിൻ ആകെ ഷോക്ക് ആവുകയാണ്. അതായത് മേരി പോയ ആ ഒരു ഭാഗത്ത് വെച്ചാണ് ഈ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത്. ആകെ ടെൻഷനായിട്ട് ഇപ്പൊ കെവിൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ മേരിക്കൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. എന്തായാലും മേരിയും കൂട്ടി വീണ്ടും ബസ്സിലേക്ക് വരികയാണ്. അങ്ങനെ ഇവര് ആ ഒരു പാർക്ക് താണ്ടി അതിന്റെ അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. അതായത് ഇവർക്ക് പോവേണ്ട ആ ഒരു റോഡിലേക്ക് തന്നെ. ഇതിനുശേഷം തീയൊന്നും പടരാത്ത ചിക്കോ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ കാണിക്കുകയാണ്. അവിടെ
അവിടെയാണ് ഇപ്പോൾ റൂബി മേഡം ഉള്ളത്. അവരുടെ അടുത്ത് വന്നിട്ട് പാരന്റ്സ് എല്ലാം ചോദിക്കുകയാണ്, ഞങ്ങളുടെ കുട്ടികൾ എവിടെ, നിങ്ങൾ ഏറ്റെടുത്തതല്ലേ, റെസ്പോൺസിബിലിറ്റി ഇല്ലേ നിങ്ങൾക്ക്? ഈ സമയത്ത് റൂബി പറയാണ്, നിങ്ങളെല്ലാം ഒന്ന് ശാന്തരാകുക, കാരണം ഒരു പുതിയ ഡ്രൈവറാണ്, കെവിനാണ്, അവനാണ് വണ്ടി ഓടിക്കുന്നത്, അതുപോലെ തന്നെ പിള്ളേരുടെ കൂടെ ഒരു ടീച്ചറുണ്ട്, നിങ്ങൾ പേടിക്കാതിരിക്കുന്നു പറയാണ്. എന്നാൽ ഇത് കേട്ട സമയത്ത് ചില പാരന്റ്സ് പറയാണ്, പുതിയ ഡ്രൈവറോ, അവനെ കൊണ്ട് കാവോ, നമുക്കിനി നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാൻ കഴിയോ? ഈ നേരം റൂബി പറയാണ്, എനിക്ക് നിങ്ങളുടെ വിഷമം നന്നായിട്ട് മനസ്സിലാവും, പക്ഷേ ഈ ഒരു നേരത്ത് ആ മനുഷ്യനെ നിങ്ങൾ എല്ലാവരും ഒന്ന് വിശ്വസിച്ചേ മതിയാവുള്ളൂ, അയാൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കും. അതായത് റൂബിയുടെ കോൺഫിഡൻസ് എന്താ വെച്ചാൽ കെവിനെ കുറിച്ച് അവൾക്ക് നന്നായിട്ട് അറിയാം. കുട്ടികളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ട്രിപ്പിന് പോകുന്ന സമയത്ത് കെവിന് നല്ല ശ്രദ്ധയാണ്. അപ്പൊ ആ ഒരു ശ്രദ്ധ ഇത്തവണയും ഉണ്ടാവുമെന്ന് റൂബിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ കെവിനെ കാണിക്കുകയാണ്, ചുറ്റും തീ പിടിച്ചിരിക്കുന്ന ആ റോഡിന്റെ നടുവിലൂടെയാണ് ബസ് അവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മെയിൻ റോഡിലൂടെ ഇവർക്ക് പോകാൻ കഴിയില്ല, മെയിൻ റോഡ് അങ്ങനെ ആ പരിവായി കിടക്കുകയാണ്. ഇപ്പൊ അധികം കാടൊന്നും ഇല്ലാത്ത ഒരു ചെരിപോരുണ്ട് കേട്ടോ, ഒരു ചെറിയ റോഡും ഉണ്ട് അവിടെ. സോ ആ ഒരു വഴിയിലൂടെയാണ് കെവിൻ പോകുന്നത്. ഈ റോഡുകളൊക്കെ കെവിന് നന്നായിട്ട് അറിയാം, കാരണം ചെറുപ്പം മുതലേ ഈ ഒരു നാട്ടിൽ ജനിച്ച് വളർന്ന ആളാണ് കെവിൻ. അപ്പൊ ആ ഒരു ചെറിയ റോഡിലൂടെ കഷ്ടപ്പെട്ട് കെവിൻ എങ്ങനെയൊക്കെയോ ആ ഒരു ബസ് ഓടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഭാഗത്താണെങ്കിൽ കുഴി, ഒരു ഭാഗത്താണെങ്കിൽ തീ. അപ്പൊ ആ ഒരു റിസ്ക് തന്നെയാണ് കെവിൻ ബസ്സിനെ കൊണ്ടുപോകുന്നത്. കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ കുറച്ചധികം ആൾക്കാർ ഇവരുടെ ബസ്സിന്റെ ഓപ്പോസിറ്റ് വരികയാണ്. അപ്പൊ അവരോട് കെവിൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നത്, താഴോട്ട് പോയിട്ട് കാര്യമില്ല, അവിടെ മുഴുവൻ തീ പടർന്നിരിക്കുകയാണ്. അപ്പൊ ആ വന്ന ആൾക്കാർ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നത്, അല്ല ഈ റോഡ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ താഴെ ആ ഒരു മെയിൻ റോഡിലേക്ക് എത്താൻ കഴിയില്ലേ? ഇപ്പൊ ഈ വന്ന ആൾക്കാർ പറയാണ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്, അങ്ങോട്ടേക്ക് പോയിട്ട് ഒരു കാര്യമില്ല, അവിടെയും ഇതുപോലെ തന്നെ തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞ ആ ആൾക്കാർ ഇപ്പൊ കെവിൻ ബസ് ഓടിച്ചു വന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക്, അതായത് അവർ വന്നതിന്റെ ഓപ്പോസിറ്റ് പോവുകയാണ്. കെവിൻ ഇപ്പൊ ആകെ ആശയക്കുഴപ്പത്തിലാവുകയാണ്, മുന്നോട്ടേക്ക് പോകണോ വേണ്ടയോ എന്നിപ്പോ അവന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അതായത് അവർ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവർക്ക് ഇറങ്ങി പോവേണ്ട ആ ഒരു ഭാഗ്യം മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആകെ ഫുള്ളായിട്ട് തീ ആളി പടർന്നിരിക്കുകയാണ്. എന്തായാലും അവർ പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. സോ കെവിൻ വേഗം തന്നെ ബസ്സിൽ വന്ന് കയറുകയാണ്. എന്നിട്ട് ടീച്ചറിനോട് പറയണം, ടീച്ചറെ നമുക്ക് എന്തായാലും താഴോട്ടും പോകാൻ പറ്റില്ല, മേലോട്ടും പോകാൻ പറ്റില്ല, ട്രാപ്പ് ആയിക്കെടുക്കുകയാണ് നമ്മളിപ്പോ. അപ്പൊ ടീച്ചർ പറയണം, എന്നാ പിന്നെ നേരത്തെ ആ വന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ കൂടെ താഴേക്ക് നടന്നു പോയാലോ? ഇത് കേട്ടപ്പോൾ കെവിൻ പറയാണ്, ഒരു കാര്യമില്ല മാഡം, കാരണം ഈ താഴെ പോയ ആൾക്കാരുണ്ടല്ലോ അധിക നേരമൊന്നും അവർ ജീവിച്ചിരിക്കില്ല, ഉറപ്പാണ്. അങ്ങനത്തെ തീക്കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നമ്മളെല്ലാവരും ഈ ബസ്സിലിരിക്കുക, മുന്നോട്ടും പോണ്ട പിന്നോട്ടും പോണ്ട. ഇത് കേട്ട് മേരി ആകെ ഞെട്ടുന്നുണ്ട്. നിങ്ങൾ എന്ത് ഈ പറയുന്നത്? മേരി ആകെ ടെൻഷനിലായി, പാനിക് ആവാണ്. കെവിൻ പറയാണ്, ആദ്യം നിങ്ങളുടെ ഈ ഭയം ഒന്ന് കുറയ്ക്കുക, കുട്ടികളത് കാണൂ, ഇതല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല എന്ന് പറയാണ്. മേരി ആകെ പേടിച്ച് വിറച്ച് ചുറ്റും അങ്ങനെ നോക്കുകയാണ്. അതായത് ഒരു തീക്കുണ്ടിൽ വന്ന് നിൽക്കുന്നത് പോലെ അവൾക്ക് ഫീൽ ആവുന്നത്. ചെറുതായിട്ട് അവൾ കരയുന്നുണ്ട്, എന്നാൽ കുട്ടികളെ ഇത് കാണിക്കാനും പറ്റില്ലല്ലോ. ഈ മേരിക്ക് ഒരു മോനുണ്ട്, അവസാനമായിട്ട് അവനെ കാണാൻ പറ്റില്ല എന്നൊരു പേടിയാണ് അവൾക്ക്. ഈ സമയത്താണ് കെവിൻ മറ്റൊരു കാര്യം ചെയ്യുന്നത്. അവന്റെ ടീഷർട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കീറിയിട്ട് അത് നനച്ച് കുട്ടികളുടെ മുഖത്ത് വെച്ചു കൊടുക്കാൻ പറയാണ്. അതെന്തിനാണെന്ന് മേരി ചോദിച്ചപ്പോൾ, അല്ല അവർ ശ്വസിക്കുന്ന ഒരു പുകയുണ്ടല്ലോ അത് പരമാവധി ഫിൽട്ടർ ചെയ്തിട്ട് അവർ ശ്വസിച്ചോട്ടെ എന്ന് പറയാണ്. അതുപോലെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ സെലോ ടേപ്പുകൾ ഇത് ഉപയോഗിച്ച് വണ്ടിയുടെ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഇവർ വേഗം തന്നെ അടക്കുകയാണ്. ഇവിടെ സീനിട്ടെ അടുത്ത സീനിൽ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ടുള്ള മാർട്ടിനെ കാണിക്കുകയാണ്. അതായത് മാർട്ടിൻ ഇപ്പൊ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. കാട്ടുതീ അതങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്, യാതൊരു കൺട്രോളും ഇല്ലാതെ. സോ അത് കെടുത്താനായിട്ട് അതിലേക്ക് മാത്രം ഇപ്പൊ കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ പെട്ടുകിടക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇപ്പൊ മാർട്ടിൻ അയാളുടെ ടീമിനോട് പറയാണ്, അതായത് തീ ഓവറായിട്ട് പടരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക, പക്ഷെ അത് കെടുത്താൻ ഇപ്പൊ ശ്രമിക്കേണ്ട, കാരണം ഇനി നമുക്ക് ആളുകളെ രക്ഷപ്പെടുത്തണം, ഒരുപാട് ആൾക്കാർ ഇവിടെ പെട്ടുകിടക്കുകയാണ്. സോ അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറയാം. അടുത്ത സീനിൽ കെവിനെയും ആ ഒരു ബസ്സിനെയും കാണിക്കുകയാണ്. അതായത് ഒരു കാട്ടുതീയുടെ നടുവിലാണല്ലോ ഈ ഒരു ബസ്സിലത്. ചുറ്റൊന്നും ഭയങ്കര തീയും തീക്കാറ്റൊക്കെയാണ്. ബസ് ചൂടാവാൻ തുടങ്ങി. ഈ വിൻഡോയുടെ ഭാഗമൊന്നും തൊടാൻ കഴിയുന്നില്ല. അപ്പൊ അതിൽ നിന്ന് കുറച്ച് വിട്ടിരിക്കാൻ വേണ്ടി കെവിനും മേരിയും പിള്ളേരോട് പറയാണ്. അതായത് എത്രയൊക്കെ കെവിനും മേരിയും പിള്ളേരോട് പനിക്കാവല്ലെന്ന് പറഞ്ഞാലും ചുറ്റും നടക്കുന്ന കാര്യം കണ്ടാൽ പേടിക്കാതിരിക്കുവോ? കുട്ടികളൊക്കെ ഭയന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മേരിയും കരയുന്നുണ്ട് കേട്ടോ. കെവിൻ എന്താ കാര്യം ചോദിച്ചപ്പോൾ, മേരിയുടെ മകനുണ്ട്, അവൻ ഒറ്റയ്ക്കായി പോകും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും എന്നൊക്കെയാണ് മേരി ചോദിക്കുന്നത്. അതുപോലെ തന്നെ കെവിന്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ചെറിയ പ്രായത്തിൽ കെവിൻ അച്ഛനും അമ്മയും പറയുന്നതൊന്നും കേൾക്കാതെ യാതൊരു അനുസരണയില്ലാതെ നടക്കുന്ന ഒരു പയ്യനായിരുന്നു. അപ്പൊ ഒരു ദിവസം അവന്റെ അച്ഛൻ അവനെ നന്നായിട്ട് ചീത്ത പറഞ്ഞു, നിന്നെ കൊണ്ടൊന്നും നീ കൊള്ളൂലടാ എന്നൊക്കെ രീതിയിൽ. അത് കേട്ട് വല്ലാതെ ദേഷ്യം വന്ന കെവിൻ വീട് വിട്ടു പോയി. പിന്നീട് അച്ഛനോട് അവൻ സംസാരിച്ചിട്ടേ ഇല്ല കേട്ടോ. അച്ഛനോട് ഭയങ്കര ദേഷ്യവും വെറുപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അവന്റെ അമ്മ അവനെ വിളിച്ചു, അച്ഛന് തീരെ വയ്യടാ, ക്യാൻസർ ആയിട്ടുണ്ട്, ലാസ്റ്റ് സ്റ്റേജ് ആണ്, നിന്നെ ഒന്ന് കാണണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഒന്ന് വരുമെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ കെവിന് ടെൻഷനായിട്ട്, കെവിൻ കുറച്ച് ദൂരെയായിരുന്നു കേട്ടോ, വണ്ടി എടുത്ത് നേരെ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ വീട്ടിലെത്തുമ്പോഴേക്കും അവന്റെ അച്ഛൻ മരിച്ചു പോയിരുന്നു. അപ്പൊ ആ ഒരു കുറ്റബോധം മനസ്സിൽ കിടന്നങ്ങോട്ട് വീർപ്പ് മുട്ടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് കെവിൻ. അതുപോലെ തന്നെ ഇപ്പൊ മോന് തീരെ വയ്യ, അവന്റെ അടുത്തേക്ക് മരുന്നുമായിട്ട് ചെല്ലാൻ എനിക്ക് പറ്റുന്നില്ല. ഇതെല്ലാം മേരിയോട് പറഞ്ഞ് ചെറുതായിട്ടൊക്കെ കെവിൻ കരയാണ്. അതായത് ഒരു മകൻ എന്ന രീതിയിലും ഒരു അച്ഛൻ എന്ന രീതിയിലും ഞാനൊരു തോൽവിയാണ്. ആ ഒരു മനുഷ്യന്റെ സങ്കടം, ആ ഒരു വിഷമം ഉള്ളിൽ നിന്ന് വരുന്നത് മേരിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടപ്പോൾ മേരി ഇപ്പോ കെവിനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേ നേരത്താണ് ബസ്സിന്റെ പല ഭാഗത്തും തീ പിടിക്കുന്നതായിട്ട് കെവിൻ കാണുന്നത്. വേഗം തന്നെ മറ്റേ ആ ഒരു തീ അണക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സിലിണ്ടർ എടുത്തുകൊണ്ട് കെവിൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബസ്സിന്റെ പല ഭാഗത്തും തീ പിടിച്ചില്ലേ, അതെല്ലാം വേഗം കെടുത്തുകയാണ്. എന്നാൽ ഇതൊരു പരിധിയിൽ കൂടുതൽ ആ ഒരു ബസ്സിലേക്ക് പടർന്നു പിടിച്ചിട്ടുണ്ട്. അതായത് ആ സിലിണ്ടർ വെച്ച് ഈ തീ ഒന്ന് കെടുത്താൻ കഴിയില്ല. അപ്പോൾ മേരി ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, കെവിനെ പുറത്ത് നിൽക്കണ്ട, ഉള്ളിലേക്ക് വാ, ഇത് നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല.
ഇനിയിപ്പോ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ബസ് എടുത്ത് നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയാണ്. ഇതേ നേരത്തെ തന്നെ കെവിൻ ബസ്സിന്റെ ഉള്ളിലേക്ക് വന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ ഒരു ബോണറ്റ് തുറക്കുന്നുണ്ട്. എന്തെല്ലോ ചെയ്ത് അവസാനം ബസ് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നീട് രണ്ടും കൽപ്പിച്ച് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കെവിൻ ആ റോഡിലൂടെ ബസ് ചവിട്ടി അങ്ങോട്ട് വിടുകയാണ് കേട്ടോ. അതായത് മരിക്കുന്നതിന് മുന്നേ അച്ഛനൊന്നും കാണാൻ പറ്റിയില്ല. ആ വിഷമം ഉള്ളിൽ കിടന്ന് അങ്ങനെ തിളക്കുകയാണ്. അതുപോലെ തന്നെ മകന് സുഖമില്ലാഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് ഒന്നും എത്താൻ പറ്റുന്നില്ല. നല്ലൊരു അച്ഛനാകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്തവണ പറ്റില്ല, എനിക്ക് എന്റെ മോനെ കണ്ടേ മതിയാവുള്ളൂ. ആ ഒരു വാശി കെവിന്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ഈ ചെറിയ കുട്ടികൾ ഇവരെയും എന്തായാലും സേഫ് ആയിട്ട് അവരുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ ഏൽപ്പിക്കണം. ഇതെല്ലാം മനസ്സിലുണ്ട്. അപ്പൊ ആ ഒരു കാര്യമെല്ലാം മനസ്സിലങ്ങോട്ട് വെച്ച് ഒരു ധൈര്യത്തിൽ കൈയും കാലും വറക്കാതെ കെവിൻ വണ്ടി അങ്ങനെ ഓടിച്ചു പോവാണ്. ആ സമയത്തുള്ള ഓരോ കാര്യങ്ങള് അത് പറഞ്ഞല്ലല്ലോ അറിയേണ്ടത്, നിങ്ങൾ കാണണ്ടേ. ആ വിഷ്വല് പരമാവധി ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ, വലിയ സ്ലോ മോഷൻ ഒന്നും ഇല്ലാതെ പരമാവധി വിഷ്വല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിക്കാം. എന്തായാലും ഭീകരമായ ആ ഒരു സിറ്റുവേഷൻ, ചുറ്റും കൂട്ടും തീ, കാടിങ്ങനെ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ മനസ്സിന്റെ കരുത്ത് എന്നൊക്കെ പറയില്ല, അത് മാത്രം കയ്യിൽ വെച്ച് വണ്ടി അങ്ങനെ കൊണ്ടുപോകാണ് കേട്ടോ. ചവിട്ടി വിടുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വെളിച്ചത്തിലേക്ക് വരുത്തുകയാണ്. ഇത്രയും നേരം ആ ഒരു തീയെല്ലാം കത്തി അതിന്റെ ആ ഒരു പുകയും എല്ലാം കൂടി ഒരുമാതിരി ഒരു ഇരുട്ട അവസ്ഥയായിരുന്നു. അതിൽ നിന്നും പെട്ടെന്ന് ഇവർ പുറത്തേക്ക് എത്തുകയാണ്. അതായത് സേഫ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഇവർ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ആ സ്ഥലം കണ്ടപ്പോഴാണ് കെവിന് ശരിക്കും ആശ്വാസമായത് കേട്ടോ. പിള്ളേരും മേരിയും എല്ലാവരും മര്യാദക്കൊന്ന് ശ്വാസം വിടാൻ തുടങ്ങി. പിന്നീട് കെവിൻ വേഗം തന്നെ അവരുടെ മേടുണ്ടല്ലോ, റൂബി പറഞ്ഞതുപോലെ ആ ഒരു ചിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. എല്ലാവരും ഇപ്പൊ അവിടെയാണ് കൂടിയിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു 22 കുട്ടികളുടെ അച്ഛനമ്മമാരെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ കണ്ടപാട് എല്ലാം ഒരു ഓടി വരികയാണ്. ഓരോ കുട്ടികളെയായിട്ടും ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് പിള്ളേരെ കെട്ടിപ്പിടിക്കുകയാണ്. അതേ നേരം തന്നെ ടീച്ചർ എല്ലാവരോടും, മേരി ടീച്ചർ എല്ലാവരോടും പറയുന്നുണ്ട്, ഈ കുട്ടികളെ ഇവിടെ ജീവനോട് എത്തിച്ചത് ഈ കാണുന്ന മനുഷ്യരുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ ഒരു ദൃഢനിശ്ചയം കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു ധൈര്യം കൊണ്ടാണ്. എല്ലാവരും അദ്ദേഹത്തിനോട് ആ ഒരു നന്ദി കാണിക്കണം എന്ന് പറയാണ്. എല്ലാവരും അത് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ കെവിൻ അതൊന്നും വലിയ മൈൻഡ് ആകുന്നില്ല. അവന്റെ മൈൻഡിൽ അവന്റെ മകന്റെ കാര്യം അതുപോലെ തന്നെ അമ്മയുടെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ സമയത്ത് തന്നെ കെവിന്റെ അടുത്തേക്ക് അവന്റെ ബോസ് ഉണ്ടല്ലോ റൂബി വന്നിട്ട് പറയണ, എന്തായാലും നീ സാധിച്ചടാ, എനിക്ക് അറിയായിരുന്നു ഈ കുട്ടികളെ നീ സേഫ് ആയിട്ട് ഇവിടെ കൊണ്ടുവരും. ഇപ്പൊ അവിടെ നോക്കുന്ന സമയത്ത് കെവിന്റെ അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മയോട് മോൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയണ്, അത് പിന്നെ അവനെ അവൾ കൊണ്ടുപോയടാ. ആര്, ലിൻഡയോ? അതെ, ലിൻഡ വന്നായിരുന്നു, അവളുടെ കൂടെ ജെക്സ് പോയി എന്ന് പറയാണ്. ആ സമയത്ത് കെവിന്റെ മുഖത്ത് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് കേട്ടോ. അപ്പൊ അവനെ നോക്കിയിട്ട് അമ്മ പറയണം, നീ എന്തിനാടാ വിഷമിക്കുന്നത്? അവന് അവന്റെ അമ്മയുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നിന്നോട്ടെ, നീ വിഷമിക്കണ്ട കേട്ടോ, അമ്മ കൂടെ ഉണ്ട് എന്ന് പറയാണ്. എന്നാൽ കെവിൻ മുഖത്ത് വന്ന ആ ഒരു സങ്കടവും കരച്ചിലും ഇതെല്ലാം അടക്കി പിടിച്ച് നേരെ അവരുടെ ആ ഒരു വീടുള്ള സ്ഥലത്തേക്ക് പോവാണ്. അപ്പോഴേക്കും തീയെല്ലാം ഏകദേശം ഒന്ന് ശാന്തമായിട്ടുണ്ട്. ഏകദേശം പല ഭാഗത്തുള്ള ആ ഒരു തീയെല്ലാം അണച്ചു കഴിഞ്ഞായിരുന്നു. എന്തായാലും കെവിൻ ഇപ്പോൾ അവരുടെ വീടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ കാണുന്നത് വീട് മുഴുവൻ കത്തി കരിഞ്ഞ് കരിക്കട്ട പോലെ ആയിരിക്കുകയാണ്. മനസ്സിലിങ്ങനെ വിഷമം കൊണ്ട് ഇത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും കെവിൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ആ നേരത്ത് കെവിന്റെയും ജെയ്ക്സിന്റെയും കത്താത്ത ഫോട്ടോയുടെ ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു. അത് നോക്കി സങ്കടത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നിന്നും ഈ കെവിന്റെ ചെറുക്കനുണ്ടല്ലോ, അതായത് ജെയ്ക്സ് തന്നെ ചാടി പുറത്തേക്ക് ഇറങ്ങാണ്. ഓടി വന്ന് ഒറ്റ ചാട്ടാണ്, കെട്ടിപ്പിടുതാണ് നമ്മുടെ കെവിനെ. കെവിനും സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. അതായത് അച്ഛനെ തേടി അവൻ തിരിച്ചു വന്നല്ലോ. എന്തുകൊണ്ടായിരിക്കും ജെയ്ക്സിന്റെ മനസ്സ് മാറിയത്? അതായത് പല തവണയായിട്ട് ജെയ്ക്സിന് കെവിൻ ഒരുപാട് മെസ്സേജ് അയച്ചു. അതുപോലെ തന്നെ കെവിൻ ചെയ്ത ആ ഒരു വലിയ കാര്യം ചിലപ്പോൾ വാർത്തയിലൂടെയൊക്കെ ജെയ്ക്സ് അറിഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ അച്ഛന്റെ ആ ഒരു സ്നേഹവും അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കല്ലേ അവൻ തിരിച്ചു വന്നത്. എന്തായാലും നല്ലൊരു സർവൈവൽ സിനിമ. നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.